ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക്കും അതേപോലെ കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസിക് അല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം. സ്റ്റാറ്റിക് അതേപോലെ തന്നെ കോൺസ്റ്റ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും വേരിയബിൾസോ അല്ലെങ്കിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ അതല്ലെങ്കിൽ മെത്തേഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും പല സാഹചര്യങ്ങളിലായിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിക് അതേപോലെ എന്താണ് കോൺസ്റ്റ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളിലായിട്ട് ഈ കോൺസ്റ്റ് പല പ്രാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചും അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് മെത്തേഡ് ഉപയോഗിക്കുന്നത് ക്ലാസ്സുമായിട്ടോ അല്ലെങ്കിൽ മെത്തേഡുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ കോൺസ്റ്റ് എന്ന വേരിയബിൾ ഇത് ഉപയോഗിക്കുന്നത് വേരിയബിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കോൺസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ഇത് ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി മാത്രമേ വർക്ക് ചെയ്യൂ. ഒരു സ്റ്റാറ്റിക് ക്ലാസ്സിനെ മറ്റൊരു സ്റ്റാറ്റിക് ക്ലാസ്സിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിൽ കൊടുത്ത അതേപോലെ തന്നെ കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്ത വാല്യൂ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ അത് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. അതായത് എപ്പോഴും അത് കോൺസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അത് അതേപോലെ തന്നെ ആയിരിക്കും. ഒരിക്കലും നമുക്കതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ സ്റ്റാറ്റിക്കിൽ ഒരു ഫംഗ്ഷനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ പല മെത്തേഡുകൾ, അതായത് സ്ക്വയർ റൂട്ട് കാണാൻ SQRT, അതേപോലെ പല മാത്തമാറ്റിക്കലി ഫങ്ഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻബിൽഡായിട്ട് കുറേ ഫങ്ഷൻസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഫങ്ഷനൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പല വാല്യൂകളും അതേപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് മറ്റൊരു രൂപത്തിൽ നമുക്ക് പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ കോൺസ്റ്റിൻ്റെ ഉള്ളിൽ ഇതിൽ കൊടുത്തൊരു വാല്യൂ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്താണോ നമ്മൾ കോൺസ്റ്റ് എന്നൊരു വേരിയബിളിനോ അല്ലെങ്കിൽ അറേക്കോ നമ്മൾ കൊടുത്ത വാല്യൂ അതെപ്പോഴും അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റാറ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാറ്റിക് എന്നത് ക്ലാസ് അതേപോലെ മെത്തേഡ് എന്നിവയിൽ മാത്രമേ ഉപയോഗിക്കൂ. എന്നാൽ കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, അറേ, വേരിയബിൾ എന്നിങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോൺസ്റ്റ് ഉപയോഗിക്കാം. സ്റ്റാറ്റിക് ഇതിൽ കൊടുത്ത വാല്യൂ ചേഞ്ച് ചെയ്യാം. സ്റ്റാറ്റിക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നാൽ കോൺസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാല്യൂ എന്തെങ്കിലും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ, ഈ സ്റ്റാറ്റിക് എന്താണെന്നും അതേപോലെ കോൺസ്റ്റ് എന്താണെന്നും വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതാദ്യം തന്നെ ഞാൻ റണ്ണ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ഇതിൽ ചെയ്ത പ്രോഗ്രാം ഉണ്ട്, അത് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ടൈറ്റിലായിട്ട് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് സ്റ്റാറ്റിക് നമ്മൾ പറഞ്ഞു ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്ലാസ്സിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് ആ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പേര് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഈ പേര് തന്നെ വേണമെന്നില്ല, എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റിട്ടേണിൻ്റെ ഉള്ളിൽ ജസ്റ്റ് മെസ്സേജ് കൊടുക്കുന്നു, കാളിങ് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റിട്ടേൺ വാല്യൂ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ,
ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ ഉള്ളത്തെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൻ്റെ പുറത്ത് കോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ആ മെത്തേഡിനെ നമ്മളിവിടെ വന്ന് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ആ കോളിംഗ് സ്റ്റാറ്റിക് മെത്തേഡ് അവിടെ എന്താണോ നമുക്ക് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്തത് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് വെച്ചിട്ട് ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് കോൺസ്റ്റ് വെച്ചിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള രൂപത്തിൽ തന്നെയാണ് ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് കോൺസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്നിട്ടു. എന്നിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വാല്യൂ എന്നുള്ളൊരു വേരിയബിളാണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ 8 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ട്രൈ, അതായത് ട്രൈ ആൻഡ് ക്യാച്ച് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രൈ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് 10 എന്നുള്ളതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് നമുക്കിവിടെ വന്ന് ക്യാച്ച്, ഇതിൻ്റെ ട്രൈ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ക്യാച്ച് കൂടി നമ്മളൊപ്പം ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്യാച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ക്യാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. ക്യാച്ച് എന്നിട്ട് നമ്മളിവിടെ ഒരു ക്യാച്ച് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ക്യാച്ച് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്കിവിടെ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഈൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെങ്കിലും എറർ, ടൈപ്പ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂവിൻ്റെ വാല്യൂ ഒന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് സേവ് ചെയ്തൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് എറർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ എന്താണ് ടൈപ്പ് എറർ എന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റ് വാല്യൂ ആൾറെഡി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 8 എന്ന്. പിന്നീട് നമുക്ക് എന്താണ് ഇവിടെ വാല്യൂ 10 ആക്കി നമ്മളിവിടെ ഇത് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. അത് ട്രെയിനിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാച്ചിൽ അതിനെന്താണോ എറർ അതാണ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ എറർ എന്ന് പറയുന്നത് ഇവിടെ ഈ എറർ എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ്, ടൈപ്പ് എറർ അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് കൊടുത്ത വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നിടത്ത് ആ വാല്യൂ എന്ന് പറയുന്നിടത്ത് നമുക്ക് ആ വാല്യൂ ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ മുമ്പ് നമ്മൾ കോൺസ്റ്റും സ്റ്റാറ്റിക്കും ഒക്കെ ഉപയോഗിച്ചപ്പോൾ പലരും നമ്മളോട് ഡൗട്ട് ചോദിച്ചതാണ്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.